Meet the editors. എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം നിയമവിരുദ്ധമെന്ന് CPIM. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കോടതി അനുമതിയില്ലാതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുകയെന്ന ചോദ്യമുയർത്തിയാണ് പാർട്ടി കേന്ദ്ര നടപടിയെ പ്രതിരോധിക്കുന്നത്. CBIയേക്കാൾ വലുതല്ലല്ലോ SFIO എന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. റിപ്പോർട്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ വിജയനെ പ്രതിരോധിക്കുകയാണ് CPIM. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം കോടതി വിധിക്ക് എതിരാണെന്നും കേന്ദ്ര ഏജൻസികളുടെ നീക്കം പരിഹാസ്യമാണെന്നുമാണ് CPIM പക്ഷം. ഇത് തീർത്തും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരു 6 അംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത്? അന്വേഷണത്തെ പരിഹസിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. അതന്നെ, അതിൽ അന്വേഷിച്ചോട്ടെ, വണ്ടേ പറഞ്ഞു തന്നെ ഒന്നും പറയാം. വരട്ടെ, അന്വേഷിച്ചിട്ട് വരട്ടെ. കൂടുതൽ പ്രതികരണത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസും തയ്യാറായില്ല. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ, നേരത്തെ പറഞ്ഞ വിഷയമാണല്ലോ. അന്വേഷണം സ്വാഭാവികമാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ യാതൊരു പുതുമയില്ല. കാരണം ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ CMRLന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൂടുതൽ കർശനമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടാൻ കാരണമായിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ചോദ്യം ഇതാണ്: കുരുക്ക് മുറുകിയോ? സുജയ, ഒടുവിൽ SFIO എത്തി. ROCയുടെ അന്വേഷണം അതിൽ തൃപ്തികരമല്ല എന്ന് കണ്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ SFIOയുടെ അന്വേഷണം വരുന്നത്. SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെയാണ്. 31-ാം തീയതി ജനുവരി 31-നാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. 6 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിൽ പ്രസാദ് ഡൽഹി അഡീഷണൽ ഡയറക്ടർ, ഒപ്പം അരുൺ പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായൺ, വരുൺ BS. ഡെപ്യൂട്ടി ROC ആയിട്ടുള്ള 2 പേരുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ 6 അംഗ സംഘമാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി വരുന്നത്. അതായത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ അന്വേഷണത്തെ അവർ സമീപിച്ചിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ പോകുന്നത് എക്സാലോജിക്കിന്റെ, അതുപോലെ തന്നെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന്റെ, ഒപ്പം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSIDCയുടെ ഈ 3 പേരുടെയും ഇടപാടുകൾ സുതാര്യമായിരുന്നു അല്ലെങ്കിൽ നിയമപരമായിരുന്നു എന്നൊക്കെ വാദിക്കുന്നതിന് മുന്നിലേക്കാണ് കൃത്യമായി അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാനായി ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ 6 അംഗ സമിതി വരുന്നത്. പിന്നെ ഈ ഒരു അന്വേഷണം നടക്കുന്നത് സെക്ഷൻ 212(1) പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 212(4) കമ്പനീസ് ആക്ട് 2013 ഇതനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ കണ്ടെത്തലുകളിന്മേൽ ROC നടത്തിയ പ്രാഥമിക അന്വേഷണമുണ്ട്. കർണാടക ROC ഉണ്ട്, ബംഗളൂരു ROC ഉണ്ട്, അതോടൊപ്പം തന്നെ എറണാകുളം ROC ഉണ്ട്. ഈ 2 ROCകളുടെയും ഫൈൻഡിങ്സ് അത് പരിശോധിച്ച് വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. പിന്നെ സെക്ഷൻ 2124 കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇവർക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടാകും. അതായത് ഈ ഇടപാടുകളുടെ എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അത് പരിശോധിക്കാനും വേണ്ട രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ തേടേണ്ടതുണ്ടെങ്കിൽ ആ വിവരങ്ങൾ തേടുന്നതിനുമെല്ലാം ഇവർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. 8 മാസത്തിനകമാണ് ഇതിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടത്, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ ഈ ഉത്തരവിറങ്ങുന്നത് ജനുവരി 31-ാം തീയതിയാണ്. നിയമസഭയിൽ ഈ വിഷയം ജനുവരി 30-ന് വരുമ്പോൾ മുഖ്യമന്ത്രി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായിട്ടാണ് വന്നത്. അതിന് ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അതിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു SFIO അന്വേഷിക്കുന്നതിൽ തടസ്സമില്ല എന്ന്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ, ഷോൺ ജോർജിന്റെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ അന്നേരം കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൃത്യമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. 12-ാം തീയതി ആ നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാൻ പോകുന്നു. ഇതിനിടയിൽ KSIDC ഈ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? രാംലല്ലയ്ക്ക് വേണ്ടി
ഒരു മിനിറ്റ് കൂടി. ശരി. രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനെയാണ്. അപ്പോൾ ഈ കേസിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി KSIDC. പിന്നെ എക്സാലോജിക് CMRL ഇടപാടിൽ അതിൽ ഒരു കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷണ ഏജൻസിയാണല്ലോ SFIO അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്രമക്കേടുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കണം. എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടിയിലുള്ള അവ്യക്തതയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന രണ്ട് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. പിന്നെ 13% ഓഹരിയുള്ള KSIDCയുടെ കണക്കുകൾ അത് ഇതിൽ മാത്രമല്ല മൊത്തത്തിൽ പരിശോധിക്കണം കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ കർണാടക ROC ഒരു ചോദ്യം ചോദിച്ചിരുന്നു എക്സാലോജിക്കിനോട്. ശശിധരൻ കർത്തയുടെ CMRL നിന്ന് വ്യക്തിപരമായി 55 ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ എന്തിന് കൈപ്പറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ഇതുവരെ കൊടുത്തിട്ടില്ല. വീണ യോഗ്യതയുള്ള പ്രൊഫഷണലാണ്, സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ട്. ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള ROC റിപ്പോർട്ട് മുന്നിലുണ്ട്. അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലൂടെ ഇതിലെ കള്ളി വെളിച്ചത്ത് വരാൻ പോകുന്നു. ഇനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. രാഷ്ട്രീയ വാദങ്ങൾ നിരത്തിയിട്ടും കാര്യമില്ല. നിയമപരമായ കരാർ, സുതാര്യമായ പണമിടപാട്, ആ വാദമൊന്നും നിലനിൽക്കില്ല. ശരി, MV നികേഷ് കുമാർ. നമുക്ക് ഒരുപാട് അന്വേഷണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നികുതി അടച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു, നികുതി അടച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. അതുപോലെ തന്നെ വിജിലൻസ് കോടതിയിലേക്ക് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പോയി. വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നീട് ബംഗളൂരു കൊച്ചി ROCകൾ അന്വേഷിച്ചു. അതിൽ 3 അംഗ സമിതിയെ അന്വേഷിക്കാൻ, അതായത് 3 ROC മേധാവികൾ ഉൾപ്പെട്ട ഒരു സംഘം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള SFIO എന്ന് പറയുന്ന ഏജൻസിയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. നോക്കൂ, ഇവിടെ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 അംഗ ROCയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇപ്പോൾ SFIയുടെ അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ ബംഗളൂരു ROC തന്നെയാണ് എക്സാലോജിക് എന്ന കമ്പനിക്ക് ഡോർമൻറ്റ് സ്റ്റാറ്റസ് നൽകിയിരിക്കുന്നത്. നമ്മളൊരു ഡോർമൻറ്റ് സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ആ കമ്പനി ഡോർമൻ്റ് ആക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡോർമൻ്റ് പദവി നൽകാനാകില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഡോർമൻ്റ് അപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ തള്ളണമല്ലോ. അത് തള്ളാത്ത ഡോർമൻ്റ് ആക്കിയിട്ടുള്ള ബംഗളൂരു ROC ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വലിയ ക്രമക്കേടുണ്ട്, അത് SFIO തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാജമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോർമൻസി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നൽകിയ തെളിവുകൾ വ്യാജമായിരുന്നു. ഡോർമന്റ് സ്റ്റാറ്റസിന് ഒരു തെളിവും കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ എന്താ ഇവരുടെ പ്രധാനപ്പെട്ട ROCയുടെ പ്രധാനപ്പെട്ട ടാക്സ് ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീടുള്ള തിരിച്ചറിവാണ്. നോക്കൂ, നമുക്കിപ്പോൾ ഒരു ആദായ നികുതിയുടെ നോട്ടീസ് നമുക്ക് വരുന്നുണ്ട് എങ്കിൽ അത് ഏത് ഘട്ടത്തിൽ നോട്ടീസ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്ന കക്ഷിയോടുകൂടി ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുമാത്രമാണ്. നോക്കൂ, അത് ആദായ നികുതി പിൽക്കാലത്ത് ഇവർ മറ്റൊരു അന്വേഷണം ROC അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു കാരണമാണ് ഈ ആദായ നികുതി നോട്ടീസ് വന്നിരുന്നു എന്നുള്ളത്. ഈ ആദായ നികുതി നോട്ടീസ് നമുക്ക് ഏത് ഘട്ടത്തിലും ആദായ നികുതിയുടെ നോട്ടീസ് വരാം അരുൺ. നമുക്ക് ആ നോട്ടീസിന്മേൽ ഒരുപാട് പിന്നെ സാധ്യതകളുണ്ട്. നമുക്ക് അതെ, ആദായ നികുതി നോട്ടീസാണ്. അല്ല, നികുതി കുടിശ്ശികയുണ്ടെന്നുള്ളത് നോട്ടീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പം എൻ്റെ കമ്പനി ഡോർമൻറ്റ് സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നു. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ടെക്നിക്കലായി അതിന് യെസ് ഓർ നോ, നിങ്ങളുടെ ഡോർമെൻ്റ് ആയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം അവിടെ നിന്ന് വരില്ലല്ലോ. ROC അത് പരിശോധിക്കുകയും ഡോർമെൻ്റ് ആക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഡോർമെൻ്റ് സ്റ്റാറ്റസ് കിട്ടുന്നത്. ഞാൻ കൊടുത്ത ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ വന്നിരിക്കുന്നത്. പിന്നീട് അവിടെ ഒരു അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഒരു നോട്ടീസ് വന്നിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഡോർമെൻ്റ് സ്റ്റാറ്റസ് അർഹതയുള്ളതല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ബംഗളൂരു ROCയെ സംബന്ധിച്ചിടത്തോളം ഡോർമൻറ്റ് സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള ബംഗളൂരു ROC പിന്നീട് പറയുന്നത് ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന രീതിയിലുള്ള വലിയ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്ന് 2 നിലപാടെടുത്തിട്ടുണ്ട്. ഒന്ന് സാധാരണഗതിയിലുള്ള നിലപാട്, മറ്റൊന്ന് പൊളിറ്റിക്കലായി മാറിയതിന് ശേഷമുള്ള നിലപാട്. അപ്പോൾ ആ 2 നിലപാടിൽ നമ്മൾ കാണണം അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഹൈക്കോടതി വാദം കേൾക്കാൻ വേണ്ടി 12-ാം തീയതി നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താ അതിൻ്റെ ഉപഹർജി എന്ന് പറയുന്നത്?
പറയുന്നത് SFIO 122 കൂടി അതിൽ എഴുതി ചേർക്കണം, ഞാൻ വിട്ടുപോയി എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. എഴുതി ചേർത്ത് നോട്ടീസ് കൊടുക്കണോ എന്നതടക്കമുള്ളത് 12-ാം തീയതി തീരുമാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം തേടിയിരുന്നല്ലോ ഹൈക്കോടതി. ആ ഘട്ടത്തിൽ ഒന്നും പറയാത്ത കേന്ദ്ര സർക്കാർ, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇപ്പോൾ ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ വേഗത്തിലുള്ള അന്വേഷണം. നല്ല കാര്യം, അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നിൽക്ക് തീർന്നില്ല. നോക്കൂ, CMRL ഒരു മിനിറ്റ് വേണ്ട എനിക്ക്. മാധ്യമപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉദ്യോഗസ്ഥർക്ക് CMRL പണം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. അത് തന്നെയാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കേസ്. 70% ഏതായാലും എഴുതി തള്ളിയിട്ടുമുണ്ട്. 70%-ന് ഇമ്മ്യൂണിറ്റി പോലുമില്ല. ആർക്കൊക്കെ? ഈ മാധ്യമപ്രവർത്തകർക്ക്, ഉദ്യോഗസ്ഥർക്ക്. എന്തിനാ? സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ CMRL വേറെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക്, ഇവിടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും മാധ്യമപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് CMRLൻ്റെ കർത്തവക ശമ്പളമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് 18 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ പാർട്ടി ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഏതാണ്ട് ഇമ്മ്യൂണിറ്റി കൊടുക്കുകയും ചെയ്തു. ഇത് അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഈ സംസ്ഥാനത്ത് ഈ നിലയിൽ ഒരു സീരിയസ് ഫ്രോഡ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഈ പറയുന്ന SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ സ്വാഗതം ചെയ്തില്ലെങ്കിൽ SFIO അന്വേഷണം അതിനകത്ത് പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. ഒന്ന്, നിലപാട് വേണമല്ലോ. ആ നിലപാടിന്റെ കാര്യത്തിൽ SFIO അന്വേഷണം നടത്താൻ വന്നാൽ എന്റെ നിലപാട് അപ്രസക്തമാണ്. കാരണം SFIO എപ്പോഴാണ് എത്തുന്നത്? ഈ നിലവിൽ 212 പ്രകാരം, സെക്ഷൻ കമ്പനി നിയമത്തിലെ 212 പ്രകാരം ഏതെങ്കിലും ഒരു ROC, ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഈ കമ്പനിയിൽ അവിടെ ഒരു ഫ്രോഡ് നടന്നതായി സംശയിക്കുന്നു എന്ന് ഒരു ROC ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ ആ നിമിഷം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആ കേസ് അന്വേഷിക്കാം. അതാണ് അരുണേ, അതാണ് എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ. അതാണ്, അതായത് ബംഗളൂരു ROC ആണ് എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് കൊച്ചി ROC ആണ്. ഒറ്റ സെക്കൻഡ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഒറ്റവാചകല്ലേ ഉള്ളൂ. നോക്ക്, അല്ലല്ല, അങ്ങനെയല്ല സാറേ, കേൾക്കൂ, അത് ഇനി വരാം. നോക്കൂ, ബംഗളൂരു ROCയെ സംബന്ധിച്ചിടത്തോളം, അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. ബംഗളൂരു ROC അന്വേഷണ റിപ്പോർട്ട് നൽകി. ആരെക്കുറിച്ച് അന്വേഷിച്ചു? എക്സാലോജിക്കിനെ കുറിച്ച് അന്വേഷിച്ചു. കൊച്ചി അന്വേഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3-അംഗ സമിതിയെ നിശ്ചയിച്ചത് കോർപ്പറേറ്റ് മന്ത്രാലയം. ആ പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ റെസിപ്റ്റിൽ, ROCയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ഇതിൽ കള്ളപ്പണം പോലും വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ SFIO അല്ല ED വരണമെന്ന് പറയുന്നു ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പരിഗണിച്ചു. കോർപ്പറേറ്റ് മന്ത്രാലയം പരിഗണിച്ചതിന് ശേഷം SFIOയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തിനാണ് ഈ അന്വേഷണത്തെ നമ്മൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ് 3-അംഗ ROCമാരെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉദ്യോഗസ്ഥരെ അതിനെ നിയോഗിച്ച് 4 മാസം കൊടുത്തിരിക്കുന്നത്. 3-അംഗ സമിതിയുടെ അന്വേഷണം, 6-അംഗ സമിതിയുടെ അന്വേഷണം ഞാൻ പറഞ്ഞു തീർക്കാനുള്ളത്. 3-അംഗ സമിതി 6-അംഗ സമിതി കൂടെ അന്വേഷിക്കുക. 3-അംഗ സമിതിയും കൂടി ഈ പറയുന്ന 6-അംഗ സമിതിയിലുണ്ട്. ഇല്ലേ? അത് ROC ആണ്. ഒരാള് മാത്രം ബാംഗ്ലൂരിലെ. അപ്പൊ ബാക്കിയുള്ള 2 പോയാ? അന്വേഷണം സമാന്തരമായി നടക്കില്ല. അവരെ വിട്ടോ? രണ്ടും ROCയുടെ അന്വേഷണം വേറെ, SFIOയുടെ അന്വേഷണം വേറെ. രണ്ടുപേരും കൂടി പറയാൻ ബാക്കി നിൽക്കുന്നു. ഒരു ആർഗ്യുമെന്റ് കൂടി, അതായത് ROC അന്വേഷണം നടത്തി അല്ലെങ്കിൽ ROC ഡോർമെന്റ് സ്റ്റാറ്റസ് കൊടുത്തൊരു കമ്പനിക്കെതിരെ ROCക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നില്ല. ആ ഡോർമെന്റ് സ്റ്റാറ്റസ് കൊടുത്തപ്പോൾ ഈ കമ്പനി ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ, ഡോക്യുമെന്റ്സ്, അത് വ്യാജമാണെങ്കിൽ ആ ROCക്ക് അത് വ്യാജമാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് വ്യാജമാണെങ്കിൽ SFIOക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ 2 കാര്യത്തിലാണ് സംശയമുള്ളത് ROCക്ക്. ഒന്ന്, IT-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടായിട്ടും അത് മറച്ചുവെച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ് എക്സാലോജിക് എന്നുള്ളത് ഈ പറയുന്ന ഡോർമെന്റ് സ്റ്റാറ്റസ് ഉള്ള സമയത്ത് പറഞ്ഞിരുന്നില്ല. പിന്നീട് അതാണ് അത് രണ്ടും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഫാൾസ് എവിഡൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാൾസ് എവിഡൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനകത്തൊരു ഫ്രോഡുലൻസ് ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ഇതാണ് വരാനുള്ള കാരണം. അപ്പോൾ ഗ്രൗണ്ട് എവിടെയുണ്ട്. ഇനി അറിയേണ്ടത് അറസ്റ്റിലേക്ക് പോകുമോ എന്നാണ്. അത് ഒരുപക്ഷെ രാഷ്ട്രീയ നീക്കമായിരിക്കും. SFIOയും EDയും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്. അറസ്റ്റ്
ആവട്ടെ. അതിലിപ്പോ എന്താ ആർക്കാ SFI യുടെ കുഴപ്പം? അധികാര ഇലക്ഷന് പരിധി മുമ്പ് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണം കുറച്ചുകൂടി എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. വിപുലമാണ് എന്നിടത്തേക്കാണ് വേണ്ടതേ, 2 മാസത്തിനുള്ള പറഞ്ഞോട്ടെ. SFIയിലേക്ക് അന്വേഷണം വിട്ടുകൂടെ എന്ന് കോടതി തന്നെ ചോദിച്ചെടുത്താണ് ഇപ്പോൾ AK ബാലൻ പറയുന്നത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണല്ലോ, അതിനിടയ്ക്ക് എന്താണ് പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്നാണ്. പക്ഷേ കോടതി തന്നെ അതിലേക്ക് പോയിക്കൂടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു ആവശ്യം കേന്ദ്രത്തിലേക്ക് പോയിട്ടുമുണ്ടല്ലോ ഷോണിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതൊരു പുതിയ കമ്പനി നിയമപ്രകാരം 214 വകുപ്പ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കൂടുതൽ വിപുലമായ അധികാരങ്ങളുണ്ട്, കൂടുതൽ വിദഗ്ധരുണ്ട്. ഈ കൂടുതൽ കോംപ്ലക്സ് ആയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവരുടെ അധികാരപരിധിയും കൂടുതൽ ശക്തമാണ്. നേരത്തെ പറഞ്ഞ മാതിരി വിളിച്ചു വരുത്താം, വീട്ടിൽ റെയ്ഡ് നടത്താം, അറസ്റ്റ് ചെയ്യാമെന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ SFIയുടെ അന്വേഷണം അത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമടക്കമുണ്ട്. അവർക്ക് മറ്റ് ഏജൻസികളിലേക്ക് കൈമാറാം. അവിടെയാണ് അപ്പോൾ ED വരുമോ CBI വരുമോ എന്നൊക്കെയുള്ള 2 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ബാംഗ്ലൂരിലാണ് നടന്നിട്ടുള്ളത്. ഇവിടെ കേരളവും ബാംഗ്ലൂരും കൂടി ഉള്ളതുകൊണ്ട് CBIക്ക് വരാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണ ഏജൻസി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ കൈമാറുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ആ രൂപത്തിലേക്ക് അത് പോവുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി തെരഞ്ഞെടുപ്പ് കാലം ഈ വിഷയത്തിൽ ഊന്നുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. ഈ സാധാരണഗതിയിൽ SFIയുടെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ അങ്ങനെ എന്താ പറയുക മറ്റു ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന ഒരു രീതിയില്ല. അവരുടെ അന്വേഷണം വളരെ കൃത്യമായും സ്ട്രിക്റ്റായിട്ടും പോകുന്നതാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. നമുക്കറിയില്ല ഇത് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ വിഷയമാണോ വരിക എന്ന്. ഈ അന്വേഷണം എക്സാലോജിയിലേക്ക് മാത്രമല്ല പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ CMRലേക്കുണ്ട്. ഈ പറഞ്ഞ കൈക്കൂലി വാങ്ങിയ എന്താ പറയുക ജേർണലിസ്റ്റുകളിലേക്ക് പോകാം, ചുരുക്കപ്പേരുകളിലേക്ക് പോകാം. ഇതിലൊക്കെ പോകാനുള്ള അന്വേഷണ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് തലവനായി വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദാണ്. ഈ അദ്ദേഹത്തെ നിയമിച്ചതിൽ CPM ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. കാരണം നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരത്തിനെതിരെ GK വാസവനെതിരെയൊക്കെ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംശയിക്കുന്നു. നാളെ ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് അടിയന്തരമായി ചേരുന്നുണ്ട്. നാളെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നു. പക്ഷേ അടിയന്തരമായി ചേരുന്നല്ല, വെള്ളിയാഴ്ച CPMന്റെ സംസ്ഥാന ഈ വിഷയമായിരിക്കും പാർട്ടി ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ വരുന്നു എന്നിടത്താണ്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി പ്രതിരോധിക്കാൻ വരുന്നു എന്നിടത്താണ് ഈ രൂപത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഇനി എന്താണ് പറയുക എന്നുള്ളതാണ്. ദിനേശ് കുടിയേരിക്ക് പാർട്ടി പ്രതിരോധം തീർത്തതുമില്ല. നോക്കൂ, ഇപ്പോൾ കുരുക്ക് മുറുകുന്നു എന്നാണല്ലോ ചോദ്യം. കുരുക്ക് മുറുകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ 2 സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, ആ കുറ്റാരോപിതരെ വെറുതെ വിടാം, അല്ലെങ്കിൽ ആ കുറ്റാരോപിതരെ ശിക്ഷിക്കാം, എക്സോണറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺവിക്ട് ചെയ്യാം. അപ്പോൾ ഒരു കേസ് അതിൻ്റെ നാച്ചുറൽ, ഇവിടെ ഒരു കേസുണ്ട്, ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് വിവിധ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോയേ പറ്റുള്ളൂ. അതിനെത്രത്തോളം കാലതാമസം എടുക്കുമെന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റുള്ളൂ. ഒന്നുകിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ വെറുതെ വിടണം. അപ്പോൾ ഈ കേസിൻ്റെ ഓരോ ഘട്ടം നോക്കൂ. ഇപ്പം ആദ്യം നമ്മൾ ഈ കേസ് അറിയുന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവിടെ പറയുന്നു 1.72 കോടി വീണയുടെ എക്സാലോജിക്ക് വാങ്ങിച്ചിരിക്കുന്നതിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അന്ന് പറഞ്ഞിരുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വീണയെ കേട്ടിട്ടില്ല, വീണയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, ആ കമ്പനി ഡോർമെൻ്റായി, ആ കമ്പനി മരവിപ്പിച്ചിരിക്കുന്നു, ആ കമ്പനി നഷ്ടത്തിലായി പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് എക്സ്പെൻഡ് ചെയ്യാനൊന്നും ഇനി പോകേണ്ട, കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, എല്ലാം നിർത്തിയിരിക്കുന്നു എന്നാണ്. പക്ഷേ അടുത്ത ഘട്ടം നോക്കൂ, അവിടെ അത് അവസാനിച്ചില്ല. അത് ROCയിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, വീണയ്ക്ക് ഇത് വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുന്നു, അതിനകത്ത് അവ്യക്തതയുണ്ട് എന്നുള്ള ROC റിപ്പോർട്ട് വരുന്നു. അതിൻ്റെ ഹാജരാക്കിയ കാര്യങ്ങളെല്ലാം അപര്യാപ്തമാണ് എന്ന് പറയുന്നു. രണ്ടാമത്, ഡോർമെൻ്റായി പ്രഖ്യാപിക്കാൻ വേണ്ടി ചെയ്ത എല്ലാ നടപടിക്രമങ്ങളും കുറ്റകൃത്യങ്ങളായി വരുന്നു എന്ന് മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ള രേഖകൾ, തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ വരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ROC റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ വീണ്ടും കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ SFIO വരുന്നു. SFIO വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുതരമായൊരു കുറ്റകൃത്യത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തിയാണ് SFIO വരിക. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് SFIO വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ഡിഫൻസിനും ഇനി സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ROCക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കാവുന്ന സ്ഥലത്ത് വ്യക്തതയോടെ വിശദീകരിക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, എക്സാലോജിക് കമ്പനി പൂട്ടുന്നതിന് വേണ്ടി ഹാജരാക്കിയ എല്ലാ രേഖകളും വ്യാജരേഖകളാണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ 2 കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് SFIO വരുമ്പോൾ സ്വാഭാവികമായും കുരുക്കുമുറുകുന്നു. അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ് എന്ന് മാത്രം വിശദീകരിക്കാൻ കഴിയില്ല, വാദം കേട്ടില്ല എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി, അതിനകത്ത് KSIDC ഒരു വലിയ മുൻകരുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തിട്ടുണ്ട്. അവർ ഈ കേസിനെ വളരെ സീരിയസ് ആയി കാണുന്നതുകൊണ്ടാണ് AGയിൽ നിന്നോ DGPയിൽ നിന്നോ അല്ല
അവർ നിയമോപദേശം തേടുന്നത്. പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് അവരിത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ KSIDC ഈ CMRലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 13.4% ഓഹരിയുള്ളൊരു ഒരു പൊതുമേഖലാ സ്ഥാപനമായിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് കൂടി, അതായത് KSIDCയിലെ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പങ്കെടുന്നു കൂടി ഈ ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പം പിന്നെ EDയുടെ ഒരു കേസുണ്ടല്ലോ കിഫ്ബിയുടെ കാര്യത്തിനകത്ത്, അതിനകത്ത് പിന്നെ തോമസ് ഐസക് പറയുന്നത്, അതെ, അപ്പോൾ തോമസ് ഐസക് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇതിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് KSIDCയുടെ ഡയറക്ടർ ബോർഡിനെ ഡയറക്ടർ ബോർഡിലേക്ക് പോകുന്ന ആളുകളെ തീരുമാനിക്കുന്നതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നിരിക്കുക. ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കുരുക്കായിട്ട് നിൽക്കുന്നുണ്ട്. ദയർ ഈസ് എ കേസ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ആ കേസ് അന്വേഷിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അന്വേഷിച്ചാൽ രണ്ട് കൺക്ലൂഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നുകിൽ നിങ്ങളെ തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടണം. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം എന്നിരിക്കെ ഈ സംഭവങ്ങളിനകത്ത് വളരെ ഒരു പ്രതിസന്ധി ഒന്ന് KSIDCയുടെ അഭിഭാഷകനെ കുറിച്ചൊരു, നമ്മൾ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനെ വിളിച്ചു എന്ന് പറയുന്നത് നോക്ക്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡൽഹിയിൽ നിന്നല്ലാതെ നമുക്ക് കേരളത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനെ അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു അഭിഭാഷകനെ കൊണ്ടുവരും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, വാദം കേട്ടില്ല എന്ന് വീണ വിജയൻ പറഞ്ഞതിനകത്ത് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിഷയത്തിലാണ്. പിന്നീട് ROC പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറയുമ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഏത് ഡോക്യുമെന്റ് ആണ് ഹാജരാക്കേണ്ടതെന്നത് വ്യക്തത നൽകണം എന്ന് ആവശ്യപ്പെട്ട മറുപടിയിൽ പിന്നെ വീണ്ടും ഇന്ന ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞാലല്ലേ ഇന്ന ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ചു എങ്ങനെ പറയാൻ പറ്റുക? മൂന്ന് ചോദ്യങ്ങളാണ് ROC ചോദിച്ചത്. ഒന്ന്, കരാർ രേഖ എവിടെ? അതായത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കരാർ. രണ്ട്, കൊടുത്ത സേവനങ്ങൾ എന്ത്? മൂന്ന്, കമ്പനിയുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഹാജരാക്കുക. ഈ മൂന്ന് കാര്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ROC ഇവാസീവ് ആയിരുന്നു എന്ന വാക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ക്ലിയർ അല്ല. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ, ഞാൻ പറയുന്നത് ഇതിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് ഞാൻ ഒരു കേന്ദ്ര ഏജൻസി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നു, പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ആര് ചോദിച്ചു? ഇതെങ്ങനെയാ പബ്ലിക് ഡൊമൈനിൽ വരിക? കമ്പനിയുമായി നടത്തിയ അതായത് CMRലും എക്സാലോജിക്കും തമ്മിൽ നിങ്ങളുടെ ഈ സേവനങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവാണ് ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ആശയവിനിമയം പറയാം. രണ്ട്, കൊടുത്ത സേവനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാമല്ലോ. ഇത് മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി നൽകാത്തതുകൊണ്ട് ROC ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ. അവർക്ക് അവിടെ വന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്യുമെന്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയില്ല. പറയട്ടെ, അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും വ്യക്തതയില്ലായിരുന്നു, മാത്രമല്ല ഇവാസീവ് ആയിരുന്നതുകൊണ്ട് 447, 448 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കലാണ് അങ്ങനെയാണെങ്കിൽ നടന്നിട്ടുള്ളതെന്ന് ROC പറയുന്നു. രണ്ട്, അവിടെ ഒറ്റ കാര്യം കൂടി. രണ്ട് ഡോർമെന്റിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. രണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് മരവിപ്പിച്ച കമ്പനിയാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും തെറ്റായിരിക്കുന്നു. ഒന്ന്, ടാക്സ് കൊടുക്കാനുള്ള 44 ലക്ഷത്തിന്റെ ടാക്സ്. 44 ലക്ഷം പറയട്ടെ, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് പോകാമല്ലോ. 44 ലക്ഷത്തിന്റെ ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിനകത്ത് പറയുന്നു. അതുപോലെ ഇടപാട് നടന്നിട്ടില്ല. 2022 നവംബറിൽ പോയിട്ട് ഈ കമ്പനി നിർത്തലാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുമ്പുള്ള 2 വർഷക്കാലത്ത് ഒരു ഇടപാട് നടക്കാൻ പാടില്ല. 2021 ഇടപാട് നടന്നതായിട്ട് കണ്ടെത്തുന്നു, ടാക്സ് എവേഷൻ കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ട് ആ ചാർട്ടേഡ് അക്കൗണ്ടിന് അടക്കമുള്ള ഒരു പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ് വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരിടത്ത് നിർത്തരുത്, അതിങ്ങനെ വർദ്ധിച്ചു. ഇതൊക്കെ ഒരു സീരിയസ് ആയ കേസല്ലേ? ഞാനും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പോ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്നേ. ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഈ ഡോക്യുമെന്റ് തരണം. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിലുണ്ടല്ലോ ഈ വിഷയങ്ങൾ. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു കരാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇവർ തമ്മിലുള്ള എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഒരു കരാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. മറ്റൊരു എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ അവർ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു എഗ്രിമെൻറ്റും കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഈ രേഖ ഉണ്ടെന്നേ. ഈ രേഖ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മതി. ROC ആവശ്യപ്പെട്ടാൽ മതി. അത് കൊടുക്കാൻ വീണ വിജയൻ ബാധ്യസ്ഥയാണ്.
ഒരു പൗര എന്നുള്ള നിലയിൽ ഞാനാണെങ്കിലും അത് ബാധ്യസ്ഥയാണ്. ആ ഡോക്യുമെന്റ് ചോദിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റുകൾ കൊണ്ടുതരണം എന്ന് പറഞ്ഞാൽ ഏതാ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് എന്നുള്ള ഒരു മറുപടി ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി വേണം. ഇന്നതാണ് ഡോക്യുമെന്റ് എന്ന് സുജിയ പറയുന്നു. അങ്ങനെ ചോദിച്ചു, എവിടെ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ആകെ എന്റെ സുജിയ ഒരു തവണയാണ് നിങ്ങളോട് വിശദീകരണം ചോദിക്കുക. ആ വിശദീകരണത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള മറുപടി പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ഏതാണ് നോക്കൂ. അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. വീണ വിജയൻ വിശദീകരിക്കണോ വേണ്ടോ എന്നുള്ള വീണ വിജയൻ തീരുമാനിക്കണം, ഞാനല്ല. നോക്കൂ, അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അസസ്മെന്റിൽ കണ്ടതാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ് ഇല്ലാഞ്ഞിട്ടല്ല കൊടുക്കാതിരിക്കുന്നത്. ആ ഡോക്യുമെന്റ് ഏതാണെന്ന് വിശദീകരിക്കാത്തതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. കമ്പനി തുടങ്ങിയത് പെൻഷൻ തുക ഉപയോഗിച്ചാണ് എന്നൊക്കെ നിയമസഭയിൽ പറയുന്നത് പോലെ ഈ വിഷയം അല്ല. ആ കൺക്ലൂഷനിലേക്ക് എത്താൻ എന്തായാലും ഞാനില്ല. കാരണം അത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി വീണ വിജയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണർക്ക് ഏതെങ്കിലും തരത്തിൽ മകൾക്കെതിരായ ആരോപണം വ്യാജമാണെന്ന് മകളുടെ കാര്യം പറയേണ്ടത് മകളാണ്, മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അമിത്ഷായുടെ കാര്യം അമിത്ഷാ പറയും. പക്ഷേ പാർട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പറയുന്നതിലാണ് ഇവിടെ എന്തർത്ഥത്തിലാണ് പാർട്ടി അത് ഏറ്റെടുത്ത് പ്രതിരോധം തീർക്കുന്നത്? അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണം. അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലേ കോടിയേരിയുടെ മകനെതിരെ പാർട്ടി സെക്രട്ടറിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്കെതിരെയല്ലേ പാർട്ടിക്കെതിരെ പാർട്ടിക്കെതിരെ നോക്കൂ സ്മൃതി, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ആക്ഷേപം വന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് അത് പറഞ്ഞത്, അല്ലേ? അതെ. എന്നും മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മാറി നിൽക്കുകയുണ്ടായി. അത് കോടിയേരി അതാണ് മുഖ്യമന്ത്രിയും ഒരു മുഖ്യമന്ത്രിമാരിങ്ങനെ വരിക പോവുക. വളരെ സമാധാനത്തോടു കൂടിയാണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരാളിപ്പോ ജയിലിലാണ്, വേറൊരാളതാ ഇപ്പൊ കോച്ചിങ് കൊണ്ട് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ട്, ചുരുക്കി പറയാം. അതായത് നോക്കൂ, ഈ രാജ്യത്ത് EDI CBI ഉപയോഗിച്ച് കേസുകൾ അന്വേഷിക്കുന്നത് പ്രതിപക്ഷത്തെ തുറുങ്കിൽ അടയ്ക്കാനാണ് എന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ എടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ മുമ്പ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദർ ഇസ് എ കേസ്. ആ കേസിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ കേസിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ 2004 മുതൽ 2009 വരെയുള്ള 5 വർഷക്കാലം ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ ജോബ് ഫോർ സ്കാം എന്ന് പറഞ്ഞിട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടാകുകയാണ്. 600 കോടി രൂപയുടെ പിന്നെ കേസാണ് ആ കേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഷിബു സോറിനെ പിടിച്ച് അകത്തുണ്ടെന്ന് പറയുന്നല്ലോ, 36 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഒരു കൽക്കരിക്കനിയുടെ കരാർ വ്യക്തിപരമായി നേടുകയാണ്, ആദിവാസി ഭൂമി എടുക്കുകയാണ്. there is a case. ഞാൻ പറയുന്നത് ED അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേസാണ്. ഇപ്പോൾ ഒരു മന്ത്രി വെസ്റ്റ് ബംഗാളിൽ അകത്ത് കിടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 2000 രൂപയുടെ നെട്ടുകെട്ടുകൾ ഇങ്ങനെ കണ്ടതാണ്. സ്വർണ്ണവും ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന ഫോട്ടോഗ്രാഫ് കണ്ടതാണ്. There is a case. കേസ് കഴിഞ്ഞ ദിവസം ഒരു തർക്കമുണ്ടായിരുന്നു ബാർ കോഴയുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 25 ലക്ഷം എന്തായിരുന്നു കേസ്? വിജിലൻസ് കേസ് എന്തായിരുന്നു അറിയാം? 100 കോടിയായിരുന്നു. 100 കോടിയുടെ കേസ്. അതാണ് അത് പറഞ്ഞത് നന്നായി. 2016 അധികാരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരാൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈ കേസ് 2016 എത്ര കോടിയുടെ കേസായിരുന്നു? 100 കോടിയുടെ വിജിലൻസ്. ഇപ്പൊ എത്രയാണ്? 1/4 കോടിയില്ല. ED കണ്ടുകെട്ടിയിരിക്കുകയാണ് ഈ സ്വത്ത്. ഇനി അത് കേസായിട്ട് തന്നെ ഞാൻ പറയട്ടെ 1/4 കോടി 25 ലക്ഷം എന്ന് പറഞ്ഞാൽ 1/4 കോടി. 100 കോടി ഒരു സ്ഥലത്ത് 25 ലക്ഷം. അതായത് 100 കോടിയുടെ കേസ് എന്ന് അന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് അതിന്റെ ഡിജിറ്റ് ഓർമ്മയില്ല. എന്താ കെ ബാബുവിനെതിരായിട്ടുള്ള ആക്ഷേപം ആ കാലത്തുണ്ടായിരുന്നത്? ബാറിൽ കെ ബാബുവിനെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അനുവദിക്കുന്നതിന് വേണ്ടി കെ ബാബു ഇടപെട്ടു എന്നുള്ളതാണ്. അതിൽ കൂടെ വരുമാനത്തിൽ കവിഞ്ഞിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയല്ലോ. ഇപ്പോൾ 25 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിലെ അധിക വരുമാനം, 28 ലക്ഷം രൂപയെങ്കിലും അധിക വരുമാനം കണ്ടെത്തിയല്ലോ. അത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ നേരത്തെ ഉണ്ണി ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കേസാണ് ഒരു തുടർ നടപടിയിലേക്ക് പോയിട്ടുള്ളത് കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ? ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറവൂർ MLA VD സതീശൻ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇതേ ടേബിളിൽ ഇരുന്നുകൊണ്ട് എന്നോടാണ് പറഞ്ഞത് ഇത് കൊള്ളയല്ലെന്ന് ചോദിച്ചപ്പോൾ, കൊള്ളയല്ല നികേഷേ, തീവട്ടിക്കൊള്ളയാണെന്ന്. ആ കാലഘട്ടത്തിൽ തീവട്ടിക്കൊള്ള നടന്നു എന്ന് പറഞ്ഞ MLA ആണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്നില്ല. എനിക്കെന്താ തർക്കം? കുരുക്ക് മുറുകിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4, നോ എന്ന് 1. നോ ഞാനാണ്.
അതാണ്. മീഡിയ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.